ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുപുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പല ട്രാഫിക് മോഡുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കേരള ട്രാഫിക് മോഡ്, KBR, KBC ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ KBRൻ്റെ പുതിയ ട്രാഫിക് മോഡ് ഇപ്പോൾ റിലീസായിട്ട്, അതായത് KBRൻ്റെ ഇന്ത്യൻ ട്രാഫിക് മോഡാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ തുടക്കത്തിൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ ഫുൾ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡൗൺലോഡിങ് ഇൻസ്റ്റാളിങ് ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോയിൽ ചേർക്കുമ്പോൾ ചാനൽ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണാകുന്ന നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. അതങ്ങനെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നത് നമ്മുടെ KBRൻ്റെ ഇന്ത്യൻ ട്രാഫിക് മോഡാണ്. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഇന്ത്യൻ ട്രാഫിക് മോഡാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗൂഗിൾ എടുത്തതിന് ശേഷം KBR കമ്മ്യൂണിറ്റി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഫസ്റ്റിൻ്റെ വെബ്സൈറ്റ് വരും, ടീം KBR കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ ഫസ്റ്റ് എൻ്റെ വരുന്നതാണ് ഈ ഒരു മോഡ്, അതായത് ബസ് ID വേർഷൻ 4.3 മോഡ് APK പ്ലസ് OBB ഇന്ത്യൻ ട്രാഫിക് വേർഷൻ 5 ബീറ്റ ബൈ ടീം KBR എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇതേപോലത്തെ ഒരു പേജാണ് വരിക. അപ്പോൾ ഇവിടെ 2 ലിങ്ക് കാണാം, അതായത് ലിങ്ക് APKയും ലിങ്ക് OBBയും രണ്ടും GP ലിങ്ക്സിൻ്റെയാണ്. അപ്പോൾ GP ലിങ്ക്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ APK ഫയൽ OBB ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആദ്യം APKയുടെ ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ gplinks.com എന്നിട്ട് ഇതേപോലെ ലോഡായിട്ട് വരും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ്, അതായത് ബ്രൗസർ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഇത് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ അത് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ലോഡായിട്ട് വരും. അപ്പോൾ ഇവിടെ മുകളിൽ പ്ലീസ് വെയിറ്റ് 14 സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് 14 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് 15 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുകളിൽ വെരിഫൈ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വരും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ ഒരു കണ്ടിന്യൂ ബട്ടൺ കാണാം, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെയും 15 സെക്കൻഡ് നമ്മളത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതേ അടുത്ത 15 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പോലെ തന്നെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ 3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ അടുത്ത 15 സെക്കൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ 15 സെക്കൻഡ് കഴിഞ്ഞ് തുടങ്ങിയിട്ട് ജസ്റ്റ് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അടിയിലേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒറിജിനൽ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ GP ലിങ്ക്സ് ലോഡായി വന്നിട്ടുണ്ട്. അവിടെ 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം അവിടെ ഗെറ്റ് ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഷെയർ മോഡ്സിൻ്റെ പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യുക. ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുത്തു. അപ്പോൾ അതായത് നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡായി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ APK ഫയലാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്തതിന് ശേഷം OBB ഫയൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായത് നമ്മുടെ 2 ഫയൽ ഇവിടെ ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് APK ഫയൽ എടുക്കുക. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റിംഗ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതെടുക്കുകയാണ്, ജസ്റ്റ് APK എടുക്കുകയാണ്. അതിന് ശേഷം ഇൻസ്റ്റാൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതായത് നമ്മുടെ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം നമുക്ക്. അപ്പോൾ ഇതേപോലെ മെലിയോ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം ഇതേപോലെ വൈറ്റ് സ്ക്രീൻ ആയിട്ട് നിൽക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ OBB ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത OBB ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഫോൾഡറിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിവിടെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെടുക്കുക. ജസ്റ്റ് ഈ ഒരു മെയിൻ ഫയൽ ഇത് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ എവിടെ എക്സ്ട്രാക്ട് ചെയ്തതെന്ന് നമുക്ക് ജസ്റ്റ് ഓർമ്മ വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആൻഡ്രോയിഡിലാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡറിൽ എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മൾ സെറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആൻഡ്രോയിഡ് എടുക്കുകയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഫയൽ. അപ്പോൾ അത് അമർത്തി പിടിക്കുക. കട്ടെല്ലാം കോപ്പി ചെയ്യുക. കട്ട് ചെയ്യുകയാണ് ഞാൻ. അതിനുശേഷം ഇവിടെ മുകളിൽ അമർത്തുക. ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക. അതിനുശേഷം ആൻഡ്രോയിഡ് എടുക്കുക. OBB എടുക്കുക. ബസ് ID ഇവിടെ എടുക്കുന്നുണ്ടാവും, അതെടുക്കുക. ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള സംഭവം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫയൽ, അതായത് ട്രാഫിക്കിൻ്റെ ഫയൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് നമ്മുടെ ബസ് സിമുലേറ്റർ ഓപ്പൺ ചെയ്തപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്ത വെർഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാണ് ഏറ്റവും പുതിയ വെർഷനാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രീ മോഡ് എടുത്തൊന്നുകൊണ്ട് കളിച്ച് നോക്കാം. ട്രാഫിക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഗോ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡിങ് സ്ക്രീൻ. നമ്മുടെ മുകളിൽ ടീം KBR ഒഫീഷ്യൽ നമ്മുടെ ബസ്സും എഴുതിയ ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗെയിം ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ അശോക് ലൈലാൻഡിൻ്റെ നമ്മുടെ KBRൻ്റെ നോർമലായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതേപോലെ തന്നെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ വുഡൺ ആക്കിയിട്ട് ഫുള്ള്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രാഫിക്ക് നമുക്ക് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ റോട്ടിലേക്ക് ഇറക്കിയിട്ട് വണ്ടി. അപ്പോൾ അതേ ഇവിടെ വണ്ടികളൊക്കെ കണ്ടു തുടങ്ങി. അതായത് ഇത് ഇന്ത്യൻ ട്രാഫിക് മോഡാണ്. അപ്പോൾ ഇന്ത്യയിലത്തെ കുറേ വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേ അവിടെ ലോറികൾ, പിന്നെ അതേപോലെ തന്നെ വേറെ കാറുകൾ, സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതേ അവിടെ ബസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ വിടുക. നിങ്ങൾ സബ്സ്ക്രൈബ് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ചെറിയ വീഡിയോ കണ്ടിട്ട് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.